എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പാലൈൻസിന്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലൈൻ നമുക്ക് എങ്ങനെ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ അതിന്റെ മറ്റു രണ്ട് സൈഡുകൾ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചു. അതുപോലെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനും മിഡ് പോയിന്റ്സ് ജോയിനിക്കുന്ന ലൈൻ തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും ചെയ്യും, അതിന് പാരലായിരിക്കും ചെയ്യും. ഈ ആശയങ്ങൾ പഠിച്ചു. ഈ ആശയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇനി 7ാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. 7ാമത്തെ യൂണിറ്റാണ് സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ നമ്മൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസുകൾ ഈക്വൽ എന്ന് പറയാം? ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസുകൾ ഈക്വൽ, ഇപ്പൊ നമ്മൾ പറയണ എ ബി സി, അതുപോലെ പി ക്യു ആർ, ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ കുറെ റൂളുകൾ പഠിച്ചു. ഒന്ന് 3 സൈഡുകൾ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് ഈക്വൽ ആവണം. അല്ലെങ്കിൽ നമ്മൾ വേറെ റൂൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിള് മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനോടും ഇടയിലുള്ള ആംഗിളിന് ഈക്വൽ ആയാൽ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആവുമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? അതായത് ഒരു ലൈനിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിളും ആ സൈഡും മറ്റൊരു ട്രയാങ്കിളിന്റെ ആ രണ്ട് ആംഗിളും അതിനടുക്കുള്ള സൈഡിനോട് ഈക്വൽ ആയാൽ ട്രയാങ്കിൾ ഈക്വൽ ആവുമെന്ന് പഠിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. SSS അല്ലെങ്കിൽ SAS, AAS, ASA അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് സെയിം സൈസും ഷേപ്പും ആയിരിക്കും. സെയിം സൈസും ഷേപ്പും ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ വേറൊരു പേര് പറയും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് സിമിലർ ട്രയാങ്കിൾസുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സിമിലർ ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എ ബി സി, അതുപോലെ പി ക്യു ആർ. ഞാൻ പറയാണ് 2 3 4. സെന്റിമീറ്ററിലാണ് കേട്ടോ സൈഡ്സ് ഒക്കെ. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് 2 3 4. പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് 4 6 8. ഇത് രണ്ട് ട്രയാങ്കിൾ കണ്ടിട്ട് ഈക്വൽ ആണെന്ന് തോന്നുന്നുണ്ടോ? ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? സെയിം സൈസും ഷേപ്പും വേണം. സെയിം സൈസും ഷേപ്പും. ഷേപ്പ് ഉണ്ട് ഇതില്, സൈസ് ഉണ്ടോ? ഇതിന് സൈസ് ഈക്വൽ ആണോ? അല്ല, സൈസ് ഡിഫറെന്റ് ആണ് അല്ലെ? ഷേപ്പ് ഉണ്ട്, സൈസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ സൈസ് ഷേപ്പ് ഒരേപോലെയും സൈസ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന രൂപങ്ങളെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാ. നമുക്കിവിടെ പഠിക്കേണ്ടത് സിമിലർ ട്രയാങ്കിൾസുകളെ കുറിച്ചാണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ സൈഡ് 2 3 4. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. ഇതിലെ ഈ രണ്ട് ട്രയാങ്കിളിലെയും സൈഡുകൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകതകൾ ഉണ്ടാ നോക്കി നോക്കൂ. ഇപ്പൊ ബി സി എന്ന് പറഞ്ഞ സൈഡ് 2, ക്യു ആർ എന്ന് പറഞ്ഞ സൈഡ് 4, എ സി എന്ന് പറഞ്ഞ സൈഡ് 3, പി ആർ എന്ന് പറഞ്ഞ സൈഡ് 6, എ ബി 4, പി ക്യു 8. ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ബി സി എന്ന സൈഡിന് 2, അതപ്പോ 4 ആവണമെങ്കിൽ എന്താണ്? 2 ടൈംസ് ആണത്. 3 സെന്റിമീറ്റർ ആണ് എ സി, അതിന്റെ 2 ടൈംസ് ആണ് 6. എ ബി 4 ആണ്, അതിന്റെ 2 ടൈംസ് ആണ് 8. അപ്പൊ ഇവിടെ എന്താണ്? സൈഡ്സുകളൊക്കെ എന്താണ്? ഒരേ രീതിയിലാണ് മാറുന്നത്. ഒരേ രീതി. അതിനെ ഒരേ രീതിനെ നമുക്ക് ഇവിടെ വിളിക്കാൻ വേണമെങ്കിൽ സ്കെയിൽ ഫാക്ടർ എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. സ്കെയിൽ ഫാക്ടർ. അപ്പൊ ഇവിടെ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? സ്കെയിൽ ഫാക്ടർ എന്നാണ് വിളിക്കുക. സ്കെയിൽ ഫാക്ടർ.
അപ്പൊ ഇവിടെ നമ്മളിപ്പോ കണ്ട കാര്യത്തില്, ഇപ്പൊ കണ്ട ഈ ചിത്രത്തില് നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഇവിടെ നമുക്കൊന്ന് ഇവിടെ ചെറുതാക്കി ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ നോക്കിയോളൂ. ഈ BC ബൈ QR എത്ര കിട്ടിയ നമുക്ക്? BC ബൈ QR എത്ര കിട്ടിയ? BC ബൈ QR എത്ര കിട്ടിയ? BC എന്ന് പറഞ്ഞാൽ 2/4 ഇസികളുടെ എത്രയാണ്? 1/2. AC ബൈ PR നോക്കാം. AC ബൈ PR എത്രയാ? 3/6 ഇസികളുടെ എത്രയാണ്? 1/2. ഇനി AB ബൈ PQ സ്ഥലത്തോണ്ടാണ് ഇങ്ങനെ എഴുതണം കേട്ടോ. എത്ര വരിക? 4/8. അവിടെ എത്രയാ വന്നത്? കണ്ടോ? 1/2. ഇങ്ങനെ സൈഡ്സുകൾ ട്രയാങ്കിൾസിന് വരികയാണെങ്കിൽ സൈഡ്സ് ആർ ഇൻ പ്രപ്പോർഷൻ എന്നാണ് പറയാ. എന്താ പറയാ? സൈഡ്സ് ആർ ഇൻ പ്രപ്പോർഷൻ. അപ്പൊ സൈഡ്സുകൾ പ്രൊപ്പോർഷൻ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. ഈ 2 ട്രയാങ്കിൾസ് എന്താന്ന് പറയാം? നമുക്ക് സിമിലർ ആണെന്ന് പറയാം. സിമിലർ. ക്ലിയർ? അപ്പോൾ സിമിലർ ആവാനുള്ള ഒരു കണ്ടീഷനാണ് എന്ത് പറയുന്നത്? ഈ സൈഡ്സുകൾ പ്രൊപ്പോർഷനിലാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 2 ട്രയാങ്കിൾസുകളുടെ സൈഡ്സ് എവിടെയെങ്കിലും പ്രൊപ്പോർഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ? 2 സൈഡ് വെച്ചിട്ട് പ്രൊപ്പോർഷൻ ആയാൽ മതി. അപ്പൊ അതെന്തായിരിക്കും? സിമിലർ ആയിക്കോളും. അതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പൊ 2 triangles ആർ സെറ്റ് ടു ബി സിമിലർ. എപ്പോഴാണ് പറയാ? their corresponding sides are in. അപ്പൊ if the corresponding sides of 2 triangles are in proportion, the 2 triangles are said to be എന്തെന്ന് പറയാം നമുക്ക്? സിമിലർ എന്ന് പറയും. സിമിലർ എന്ന് പറയും. അപ്പൊ 2 ട്രയാങ്കിൾ സിമിലർ ആവണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സുകൾ എന്തിലായിരിക്കണം? പ്രപ്പോർഷനിലായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് നന്നായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ABC എന്ന ട്രയാങ്കിൾ PQ എന്നുള്ള സൈഡില്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ നോക്കിയോളൂ. നേരത്തെ പറഞ്ഞ പോലെ BC ബൈ QR ഈക്വൽ ടു, അതുപോലെ നമുക്ക് എന്താ പറയാം? AC ബൈ PR എടുക്കുമ്പോൾ ഒരേ ഇതിൽ പറയണം കേട്ടോ. ഈക്വൽ ടു AB ബൈ എന്ന് പറയാം AB ബൈ PQ. കണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പറയുന്നത്? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനിലാണെന്ന് പറയാം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സെയിം റേഷ്യോ എന്നർത്ഥം. പ്രൊപ്പോർഷൻ എന്നർത്ഥം സെയിം റേഷ്യോ. അപ്പൊ ഇത്തരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ, ഇനി നിങ്ങൾ ഈ ABCയും ഈ PQRും നിങ്ങൾ നോട്ട്ബുക്കിൽ കറക്റ്റ് അളവിൽ വരയ്ക്കുക. കോമ്പസ് എടുത്തിട്ട് വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ABCയും PQRും കോമ്പസ് എടുത്ത് കറക്റ്റ് അളവിൽ എടുത്ത് വരച്ചു കഴിയുമ്പോൾ അത് ഈ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസുകളില്ലേ? പ്രൊപ്പോർഷൻ ആയിട്ടുള്ള സൈഡുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇപ്പൊ 2. ഈ 2ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? A. ഇവിടെ 4. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? P. അതിന് 2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. അതുപോലെ 3യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? B. അതിന് ഏതാണ്? 6 അല്ലേ? അതെന്തായിരിക്കും? Q. അത് ഈക്വൽ ആയിരിക്കും. പിന്നെ 4ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? C. അതിന് 8ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? 6. ഉണ്ടാവും. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ഇതേപോലെ അളവുകൾ വരുന്ന രീതിയിൽ എടുത്തിട്ട് ട്രയാങ്കിൾസുകൾ വരച്ചു നോക്കുക. വരച്ചു നോക്കിയിട്ട് ഇതുപോലെ പറഞ്ഞാ അതിപ്പോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ എത്രയായിരുന്നു? 1/2. ഇനി നിങ്ങൾക്കത് മാറ്റി വരയ്ക്കാം. നിങ്ങൾക്കത് സ്കെയിൽ ഫാക്ടർ ഇങ്ങനെ മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സൈഡുകൾ എടുക്കുക. ഇപ്പൊ ഇവിടെ 2നെ 2 കൊണ്ട് ഗുണിച്ച് നിങ്ങൾ 3 കൊണ്ട് ഗുണിച്ച് നോക്കി. അപ്പൊ വലിയ വലിയ ട്രയാങ്കിൾ കിട്ടുന്നു മാത്രം. അല്ലെങ്കിൽ 2/3 കൊണ്ട് ഗുണിക്കാം. ക്ലിയർ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. മറ്റൊരു ആക്ടിവിറ്റി, നിങ്ങൾ PQR എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കുക. എത്ര സൈഡ്? QR എത്രയാ? 3 സെന്റിമീറ്റർ. ആംഗിൾ Q 50 ഡിഗ്രി, ആംഗിൾ R 60 ഡിഗ്രി. ക്ലിയർ? അത് വരച്ച് കഴിഞ്ഞിട്ട്
ആംഗിൾ XYZ വരയ്ക്കുക. XYZ വരയ്ക്കുമ്പോൾ ഇവിടെ XY 9 എടുക്കണം. X എത്രയാണ് 50 ഡിഗ്രിയും Y എത്രയാണ് 60 ഡിഗ്രി. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ സൈഡ്സുകൾ നമുക്ക് എഴുതി നോക്കാം. സൈഡ്സുകൾ നിങ്ങൾ നേരത്തെ പോലെ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ട്? സൈഡ്സുകൾ എല്ലാതും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും. ആ പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരിച്ചു തരിക. ആംഗിൾ ഞാൻ തരികയാണ്. ആംഗിൾ തരികയാണ് 50 60 തന്നിട്ടുണ്ട്. ഇവിടെ 50 60 എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ 2 ആംഗിളുകൾ ഈക്വലായിട്ട് തന്നേക്കാണ്. സിമിലർ ആവാനുള്ള മറ്റൊരു കണ്ടീഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ PQ PR XZ YZ അളന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ട്രയാങ്കിളും സിമിലർ ആവുന്ന കാണാം. സിമിലർ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ സൈഡ്സുകളുടെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? എല്ലാതും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരേ സ്കെയിൽ ഫാക്ടറിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വരച്ച് നോക്കേണ്ടതാണ്. ഞാൻ തന്നെ വേഷം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ സ്കെയിൽ ഫാക്ടർ ഇപ്പോൾ 2 വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നോക്കൂ 3 ആണെങ്കിൽ ഇവിടെ ഞാൻ 9 തന്നതാണ്. അത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാമെന്ന് 1/2 1/3 അല്ലെങ്കിൽ തന്നുള്ള അളവിൻ്റെ 2/3 3/5 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി 3 9 തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ അങ്ങനെ പറയുന്നത്. ഇഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ equal, then the triangles are said to be triangles are said to be എന്താണ്? സിമിലർ. then triangles are said to be similar എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇത് നിങ്ങൾ വരച്ച് നോക്കണതാണ്. if 2 angles of a triangle are if 2 angles of a triangle are equal, then triangles are said to be similar. ഇങ്ങനെ റൂൾ വന്നാൽ അങ്ങനെ സിമിലർ ആയി കഴിഞ്ഞാൽ then the sides opposite equal angles are in proportion. then ഈ റൂൾ നിങ്ങൾ എഴുതിക്കണം. then sides opposite equal angles are in എന്ന് പറയണം proportion ഇങ്ങനെ പറയണം. then sides opposite equal angles are in proportion. ഇതാണ് മെയിൻ റൂള്. ഈ സിമിലാരിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ ഇതാണ്. if 2 angles of a triangle are equal, then triangles are said to be similar. അങ്ങനെയാണെങ്കിൽ സിമിലർ ആയി കഴിഞ്ഞാലോ then sides opposite equal angles are in proportion. ആ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. 2 ട്രയാങ്കിൾ 2 ആംഗിളുകൾ ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സുകൾ പ്രൊപ്പോർഷനിലാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഇനി എഴുതേണ്ടത്. അപ്പൊ ഇത് എഴുതിയ ഇനി നമ്മുടെ ആ ചിത്രം ഞാൻ നേരത്തെ വരച്ച ആ ചിത്രം ഒന്ന് ഞാൻ ഒന്നുകൂടി ഇവിടെ വരയ്ക്കാം. എന്നിട്ട് എങ്ങനെയാണ് അത് പ്രൊപ്പോർഷനായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി തരാം. നോക്കാം. ഇതാ ഇല്ല വരച്ചിരുന്നത് ഞാൻ ചിത്രം. നോക്കാം. അതെ, അപ്പൊ 2 ട്രയാങ്കിളും ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? അതെ,
ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്, പിന്നെ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ വൈ അല്ലേ. അപ്പൊ സിമിലർ എങ്ങനെയാണ് എഴുതുക? therefore ട്രയാങ്കിൾ PQR സിമിലർ ട്രയാങ്കിൾ ZXY കണ്ടോ? ട്രയാങ്കിൾ PQR സിമിലർ ട്രയാങ്കിൾ ZXY. അപ്പൊ ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ എക്സ്, ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ വൈ. ഇതിങ്ങനെ വരില്ല. അതെ, നമ്മൾ സിമിലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്. അതെ, കാണിച്ചുതരാം. ഉണ്ടോ? വീണ്ടും അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ എന്ന് പറഞ്ഞു. സിമിലർ എന്ന് പറഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് എഴുതണം? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ അല്ലേ. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. എങ്ങനെ ഈക്വൽ ആംഗിൾസ് അറിയാം? 50ന്റെ ഓപ്പോസിറ്റ് ഏതാ സൈഡ്? PR ബൈ. ഇവിടെ 50ന്റെ ഓപ്പോസിറ്റ് ഏതാ? ZY. 60ന്റെ ഓപ്പോസിറ്റ് ഏതാ? PQ. ഇവിടെ 60ന്റെ ഓപ്പോസിറ്റ് ഏതാ? ZX. നോക്കൂ, രണ്ട് ആംഗിൾ ഈക്വൽ ആയ ഓട്ടോമാറ്റിക് മൂന്നാമത്തെ ഈക്വൽ ആവും. അപ്പൊ എത്രയാണ്? പി എന്നുള്ള ആംഗിൾ. അപ്പൊ പിയുടെ ഓപ്പോസിറ്റ് എത്രയാ? QR ബൈ എത്രയാണ്? QR ബൈ XY. ക്ലിയർ? ഇങ്ങനെയാണ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എഴുതുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ PQR എന്നുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് മുകളിൽ എഴുതിയെന്ന് വെച്ചാൽ എല്ലാത്തിലും അങ്ങനെ തന്നെ തുടരണം, അതിനെ മാറ്റി എഴുതാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യം 50ന്റെ ഓപ്പോസിറ്റ് PR എഴുതി. ഇവിടെ 50ന്റെ ഓപ്പോസിറ്റ് ഏതാ? ZY. ക്ലിയർ? ഇനി 60ന്റെ ഓപ്പോസിറ്റ് ഏതാ? PQ. ഇവിടെ 60ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? ZX. മറ്റേ ആംഗിൾ ഓട്ടോമാറ്റിക് ഈക്വൽ ആയിക്കോളും. അപ്പൊ പിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? QR ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയാ? XY. ഇതാണ് സിമിലറിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇത് മനസ്സിലാക്കിയിട്ട് നോട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 ട്രയാങ്കിളുകൾ വരച്ച് സൈഡ് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ തന്നെ കൂട്ടി തന്നെ ചെയ്ത് എനിക്ക് അയച്ചു തരാനാണ്. ക്ലിയർ? സിമിലറിന്റെ കണ്ടീഷൻ, ആ ആശയം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ.